എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കര പഞ്ചായത്തിലെ തോടുകൾ ആഴം കൂട്ടി ശുചീകരിക്കുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം മാലിങ്കരയിൽ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് അനിൽകുമാർ നിർവഹിച്ചു. പഞ്ചായത്തിലെ 1, 2, 20 വാർഡുകളിലെ തോടുകൾ ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കി മാലിന്യമുക്തമാക്കുന്നതിനായി 30 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ 1, 2, 20 വാർഡുകളിലെ തോടുകൾ ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കി മാലിന്യമുക്തമാക്കുന്നതിനായി 30 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനം മാലിങ്കരയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് അനിൽകുമാർ നിർവഹിച്ചു. നാട്ടിലെ ജനങ്ങൾ റോഡ് സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തോടുകൾ സംരക്ഷിക്കണം എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ എല്ലാ വേസ്റ്റും ഇടാനുള്ള സ്ഥലമാണ് പൊതുതോടുകൾ എന്ന ധാരണയാണ് നമുക്കുള്ളത്. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ എല്ലാ തോടുകളും മുൻകാലങ്ങളിൽ വലിയ വള്ളങ്ങളുടെ മണ്ണും നമുക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു അത്രയും വീതിയുള്ള തോടുകളായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആ തോടുകളെല്ലാം തന്നെ വീതി കുറഞ്ഞ് വളരെ ഇടുങ്ങി ഒരു മീറ്ററോളൊക്കെ ഉള്ള ഒരു കാനകളുടെ സ്ഥിതിയിലും അതുപോലെ തന്നെ പല സ്ഥലത്തും തോടുകളില്ലാത്ത നിലയിൽ പോലും എത്തിച്ചേർന്നിട്ടുണ്ട്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS സനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സജിന സൈമൺ, പഞ്ചായത്ത് മെമ്പർമാരായ PM ആന്റണി, PK ഉണ്ണികൃഷ്ണൻ, മായാദേവി ഷാജി, റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ മാർക്ക് ചെയർമാൻ PP ദേവൻ, വൈസ് ചെയർമാൻ സീന അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.